പയ്യനാട് സ്റ്റേഡിയം അല്ല, പുതിയൊരു സ്റ്റേഡിയം തന്നെ വരും. മറ്റു ചില ട്രാൻസ്ഫറുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു എക്സ്ട്രാ ടൈമിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാർത്തകൾ സംസാരിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പം പറഞ്ഞിരുന്നു, അതായത് 75 കോടി രൂപയ്ക്ക് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പണിയുക എന്നുള്ളത് അത്ര നടക്കുന്ന കാര്യമല്ല. അതും 50,000 കപ്പാസിറ്റിക്കുള്ള സ്റ്റേഡിയമാണ് എന്നുള്ളതാണ്. അപ്പം ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഈ ഒരു സ്റ്റേഡിയം പയ്യനാട് സ്റ്റേഡിയം ആയിരിക്കില്ല. പയ്യനാട് സ്റ്റേഡിയം ഇനി മുതൽ അതൊരു ട്രെയിനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റും. അവർക്ക് ഓൾറെഡി ഒരു 25 ഏക്കേഴ്സ് ആ ഒരു ലാൻഡ് ഉണ്ട്. അവിടെ ഒരു പുതിയ ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ള നിലയ്ക്കാണ് അത് വരുന്ന 50 ദിവസത്തിൽ തന്നെ അതിൻ്റെ ഒരു പണി തുടങ്ങുമെന്നൊക്കെയുള്ളതാണ് പറയുന്നത്. ഏതായാലും അതൊരു എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു വാർത്ത തന്നെയാണ്. കാരണം ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയമാണ് വരുന്നതെങ്കിൽ അത് അടിപൊളി കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു 75 കോടി ബഡ്ജറ്റിൽ അതൊക്കെ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇനിയും അതിൽ ബഡ്ജറ്റൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെയുള്ളത് ഉറപ്പായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഈ ചില ട്രാൻസ്ഫറുകളാണ്. അതായത് നിഖിൽ പൂജാരി ഈസ്റ്റ് ബംഗാളിലേക്ക് ഒരു ലോൺ മൂവിൽ, ഒരു സീസൺ ലോൺ മൂവിൽ ചേക്കേറുന്നു എന്നുള്ളതാണ്. ഇപ്പം സ്പോർട്സ് കീടയൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പം രാജ്യത്തെ ബെസ്റ്റ് RB എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നാഷണൽ ടീമിൻ്റെ RB ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഹൈദരാബാദിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ വെച്ചിട്ടായിരിക്കും താരം അങ്ങോട്ട് ഒരു ലോൺ മൂവിൽ പോകുന്നത്. അതുപോലെ മഷൂർ ഷെരീഫ് എന്ന് പറയുന്ന പഞ്ചാബ് എഫ് സിയുടെ മലയാളി താരം, അദ്ദേഹം ഈ ഒരു വരാൻ പോകുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള സീസണിൽ കളിക്കുന്നത് ഗോകുലം കേരള FC-യിലായിരിക്കും. നമുക്കറിയാം, മുമ്പ് നോർത്ത് ഈസ്റ്റൊക്കെ കളിച്ചിരുന്ന താരമാണ്. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഗോകുലമൊക്കെ ആദ്യ സീസണിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഗോകുലത്തിൽ കളിച്ചിട്ടുണ്ട്. അന്ന് KPL ഒക്കെ അടിച്ചിട്ടുള്ള ഒരു വർഷമാണ്, കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. അതുപോലെ യാസർ ഹമീദ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പലസ്തീൻ സെൻട്രൽ ബാക്കാണ്. അദ്ദേഹം ഇപ്പം AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ടീമിനോടൊപ്പമാണുള്ളത്, ആ ഒരു ക്യാമ്പിലാണുള്ളത്. അപ്പം ഈ ഒരു താരവും ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു എന്നുള്ളതാണ്. സോ മനസ്സിലാക്കേണ്ടത്, ഹംസ എന്ന് പറയുന്ന താരം ഈ ഒരു താരത്തിൻ്റെ പകരക്കാരനാണ് എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്ന സെബാക്കോ പോകും എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഒഫീഷ്യലി അറിയിക്കുന്നു ഈ ഒരു യാസർ ഹമീദ് ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു. അങ്ങനെയെങ്കിൽ മിക്കവാറും ഇനി അവർക്കൊരു ഏഷ്യൻ ഒരു അറ്റാക്കറെ ആയിരിക്കണം അവർ അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ എന്നുള്ളതാണ്. ഏതായാലും ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്കാണ്. ടച്ച് ലൈനിൽ ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ഇന്ത്യൻ കളിക്കാരനും ഒരു ക്ലബിലും ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ കളിക്കുന്നില്ല. സ്ട്രൈക്കർമാരെ കളിപ്പിക്കേണ്ടത് ക്ലബ്ബുകളാണ്. എനിക്ക് മികച്ച കളിക്കാരെ തിരഞ്ഞെടുക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. അപ്പം ഈ ഇതിൽ ജേർണലിസ്റ്റുകൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഛേത്രി അല്ലാതെ ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത്. അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു ആൻസർ എനിക്ക് ഒരു ക്ലിയർ ആണ്. കാരണം ഒരിക്കലും നാഷണൽ ടീമിൻ്റെ കോച്ചല്ല ഒരു സ്ട്രൈക്കറെ കണ്ടെത്തി അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ക്ലബ്ബുകളിലാണ് ഇന്ത്യൻ സ്ട്രൈക്കർമാരെ കണ്ടെത്തി അവിടെ കളിപ്പിക്കേണ്ടത്. ഒരിക്കലും നാഷണൽ ടീമിലൊരു കോച്ചിന് അത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഗ്രാസ് റൂട്ടൊന്ന് അതിലോട്ടൊന്ന് ഇറങ്ങി അദ്ദേഹത്തിന് ബെസ്റ്റ് പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതുപോലത്തെ മാച്ചസ് കളിക്കാൻ പോകാനേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമാണ്, ഇപ്പം സ്ട്രൈക്കർമാരായിട്ട് പരിഗണിച്ചിട്ടുള്ള ലിസ്റ്റനാണെങ്കിലും വിക്രമാണെങ്കിലും അവർ സ്ട്രൈക്കർ എന്നുള്ള നിലയിലല്ല അവരുടെ ക്ലബ്ബുകൾ കളിക്കുന്നത്. അതുപോലെ ഇഷാനാണെങ്കിൽ 90 മിനിറ്റ്സിൽ താഴെ മാത്രമേ ഒരു ഗെയിം ടൈം കിട്ടിയിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിന് ഛേത്രിക്ക് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് ഉറപ്പായിട്ടൊരു ചോദ്യചിഹ്നമാണ്. സോ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ ഒരു സൂപ്പർ കപ്പോ അല്ലെങ്കിൽ അടുത്ത വർഷം ഫെഡറേഷൻ കപ്പാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പാരലായിട്ടാണ് നടക്കുന്നതെങ്കിൽ വിദേശ താരങ്ങളുടെ എണ്ണം ആ ഒരു ടൂർണമെൻറ്റുകളിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോഴൊക്കെ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും ചിലപ്പം ചില മാച്ചസിൽ, ഇപ്പം മുംബൈ സിറ്റി FC ഈ ഒരു മത്സരത്തിൽ സൂപ്പർ കപ്പ് ഇപ്പം നടക്കുന്ന ഒരു മത്സരത്തിൽ ഞാൻ കണ്ടു ആഷിക്കാറേയും കുർക്കിയറത്തിനെയൊക്കെ ആ ഒരു കോച്ച് പരീക്ഷിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഇപ്പം ഇർഫാൻ യാദ്വാദിനെ ഓവൻ ഗോയിൽ പരീക്ഷിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലേയേഴ്സിനൊക്കെ ഇനി ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കടക്കാം. കമൻറ്റ് ഇങ്ങനെയാണ്: എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യൻ ഫുട്ബോൾ ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ മതിയോ? അറ്റാക്കിംഗ് കളിക്കാരെ മറ്റുള്ളവരുടെ കാലിൽ ബോൾ കൊടുത്ത് എത്ര സമയം ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ പറ്റും? അൻവർ അലിയെ പോലെയുള്ള ഡിഫൻഡറാണ് ടീമിൽ വരേണ്ടത് എന്നുള്ളതാണ്. ഇത് ഞാൻ കഴിഞ്ഞൊരു മത്സരം ഉസ്ബെക്കിസ്ഥാനെതിരെ കോച്ചിൻ്റെ ഒരു ടാക്ടിക്സ് വാളി, അദ്ദേഹം ആദ്യം ഒന്ന് ഡിഫൻസ് ചെയ്ത് കളിച്ചിട്ട് പിന്നെ ഇത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അടി വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. ആക്ച്വലി 90 മിനിറ്റ്സ് ഒരിക്കലും നമുക്ക് ഡിഫെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും ഡേഞ്ചറസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ 11 പേര് നമ്മുടെ ഒരു ബോക്സിൽ നിന്നിട്ട് ഒപ്പോണൻസിനെ ഇങ്ങോട്ട് ക്ഷണിക്കുക എന്ന് പറയുന്ന രീതിയൊന്നും ഒരിക്കലും നടക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്ബെക്കിസ്ഥാൻ പോലെയൊക്കെയുള്ള രാജ്യം അല്ലെങ്കിൽ ടോപ്പ് കൺട്രീസ് ആയിട്ടുള്ള, ഉസ്ബെക്കിസ്ഥാൻ ഒരു ടോപ്പ് കൺട്രി ആയിട്ട് തന്നെയാണ് ഞാൻ പരിഗണിക്കുന്നത്. അവർ വേൾഡ് കപ്പിൽ കളിക്കുന്നില്ലെങ്കിൽ അവർ റാങ്കിങ് കുറച്ച് പുറകിലാണെങ്കിലും അവരുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പം നമ്മളിപ്പോൾ ജപ്പാനോ സൗത്ത് കൊറിയയോ അല്ലെങ്കിൽ ഇറാനോ സൗദിയോ പോലെയൊക്കെയുള്ള രാജ്യങ്ങളോട്ട് കളിക്കുമ്പോൾ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളോട്ടൊക്കെ കളിക്കുമ്പോൾ
നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസിഷൻ മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞ മാച്ചിൽ അത് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. നമുക്ക് ഒരു അറ്റാക്കിങ്ങിന് പോകുമ്പം ഡിഫെൻസീവ്ലി നമ്മൾ ആ ഒരു ട്രാൻസിഷൻ എന്തുകൊണ്ട് കറക്റ്റ് ആകുന്നില്ല, നമ്മൾ ഡിഫൻസ് ഷേക്കായി പോകുന്നു. പക്ഷേ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിന്നില്ലേ, അവിടെ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിലല്ലേ ഗോൾ വന്നത്. അപ്പം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനൊക്കെ എതിരെയുള്ള ടീമിനെതിരെ നമ്മളൊരു 60 മിനിറ്റൊക്കെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് മാക്സിമം ഒരു ലോ ബ്ലോക്ക് ഒക്കെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ആ ഒരു പ്രഷർ വരും. സോ എത്ര നേരം അവർ ഗോൾ അടിക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ വരുമ്പം അവരുടെ പ്രഷർ ഇൻക്രീസ് ആകും. അപ്പോൾ അവർക്ക് പിന്നെ ഇപ്പം നമ്മൾ പണ്ട് ഖത്തറിനെതിരെ ഡ്രോ നേടിയപ്പോൾ സംഭവിച്ചിട്ടുള്ള അതേ ഒരു സെനാരിയോ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ കൗണ്ടർ സിറ്റുവേഷൻസ് കിട്ടും. അവിടെ നിന്ന് ഇപ്പം നമുക്ക് നമ്മുടെ ടീമിലെ പോരായ്മ എന്താണെന്ന് അറിയാം. മറ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി വെച്ച് നമ്മുടെ ടെക്നിക്കാലിറ്റി നോക്കുമ്പോൾ നിലവിലെ സാഹചര്യം, അപ്പം നിലവിലെ സാഹചര്യം വെച്ചിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ടാക്ടിക്സോ ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതാണ് ഉസ്ബെക്കിസ്ഥാൻ ആ ഒരു ഇന്ത്യ മത്സരത്തിൽ മാച്ചിൻ്റെ ഒരു ടാക്ടിക്സ് പാളി എന്നുള്ള തരത്തിൽ സംസാരിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റ് വന്നൊരു സമയത്ത് തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. കാരണം കമൻറ്റ് ബോക്സിൽ ഒതുക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ അത്. ഓക്കെ, ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ് ചെയ്യാൻ പറ്റുക കഴിഞ്ഞാണെന്ന്